ഈ മൂലാധാര ചക്രം എന്ന് പറയുന്ന ഏറ്റവും താഴെ നമ്മുടെ മലദ്വാരത്തിനും മൂത്രാശയത്തിനും ഇടയ്ക്ക് ഒരു ത്രികോണാകൃതിയിലൊരു സ്പേസ് ഉണ്ട്. നമ്മൾ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ്, പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ അവിടെ നമ്മൾ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി. ആ ഭാഗം നമ്മൾ ഇതിൽ അശ്വിനി മുദ്ര തന്നെ, അശ്വനി മുദ്ര എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ അവിടെ നിന്ന് കടന്നാണ് മുകളിലേക്ക് മണിപൂരകം അനാഹതമൊക്കെ ഇതായിട്ട് ഈ എനർജി മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇതെല്ലാവർക്കും ഉണ്ട്. ഈ ബ്രഹ്മചര്യം പാലിക്കണമെന്ന് പറയണതാ. പക്ഷേ ഈ ബ്രഹ്മചര്യം പാലിക്കണമെന്ന് പറഞ്ഞാൽ ഹോർമോൺസ് പാലിക്കുന്നുണ്ട് ഇല്ല. മനസ്സിലായി. ഹോർമോൺസ് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ പല തോന്നലുകൾ വരും. അതിനെന്തോ ആ സമയത്ത് ഈ പൂയ നക്ഷത്രം ഔഷധ സേവനത്തിന് നല്ലതാണെന്ന് പറയും. പൂയം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഭഗവത്ഗീത കൃഷ്ണൻ പറയുന്നുണ്ട്, നക്ഷത്രേതി പുഷ്യം എന്ന് പറയുന്നത്. പുഷ്യ നക്ഷത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട നക്ഷത്രം. ഇതാണ് മാർഗശീർഷ മാസമാണ് എനിക്ക് പ്രിയപ്പെട്ട മാസം. സുബ്രഹ്മണ്യാണ് എനിക്ക് പ്രിയപ്പെട്ട. കൂട്ടുകാരൊക്കെ ചർച്ച ചെയ്ത് അറിയുള്ളൂ. നോക്കുമ്പോൾ രാവിലെ ഇത് നോക്കുമ്പോൾ നിക്കറയിലൊക്കെ വഴുവഴുപ്പ് കാണും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതേ അവസ്ഥയിലല്ലേ ഗുരു? അബദ്ധമായ ധാരണയാണ്. അങ്ങനെയാണ് എത്രയോ ഡോക്ടേഴ്സ്, നേഴ്സുമാരൊക്കെ ഈ അവസ്ഥയിൽ ഇത് ചെയ്യുന്നു. ഈ പീരീഡ്സിലുള്ളപ്പോൾ ദേഹം വിയോഗം വന്ന എത്ര പേര് കാണും ഇല്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും അബദ്ധധാരണകളാണ്. അങ്ങനെയൊന്നുമില്ല. ആത്മാവിന് പുരുഷ സ്ത്രീ ഭേദമില്ല. അത് പൊതുവെ നമ്മളിങ്ങനെ പറയണം, ഈ മരണത്തിന് മുൻപ് ഇവര് പെട്ടെന്ന് ചിലപ്പോൾ ആക്റ്റീവ് ആകും. എന്റെ ഗുരുവിന്റെ കാര്യത്തിൽ ഇതുപോലെ പറ്റിയതാണ്. ഗുരു 2002 ഫെബ്രുവരിയിലാണ് വിളിച്ചത്. അപ്പൊ തിരുമേനിനെ ചെന്ന് കണ്ടിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് എൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ പേരാണ് പറഞ്ഞത്. രംഗനാഥൻ അല്ലേ എന്ന് ചോദിച്ചു. കണ്ടിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ശരീരം വെടിഞ്ഞു. ഇതേ അനുഭവം എൻ്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ മക്കളും മുഖാന്തരം കുറേ അധികം ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ട്. ഈ പരലോകം എന്ന് പറയുന്ന ഇത് എന്താണ്, ഇതാണെന്നുള്ള കുറേ അധികം ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കും, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിലെ പെണ്ണിൻ്റെ വീട്ടിലെ ചെന്ന് ബഹളങ്ങളുണ്ടാകും. അല്ലാത്ത ഇതിലും അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അവരാക്ട് ചെയ്യും. അപ്പൊ ഈ അമ്മൂമ്മമാരുടെ ആ ഒരു പ്രസൻസ് അവർക്ക് ശരീരം ഇല്ലെങ്കിലും എപ്പോഴും ഇവരുടെ അടുത്ത് കാണും. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇത് പറയുമ്പോൾ വേറൊരു അനുഭവം ഞാൻ പറയാം. ഒരു കുട്ടി, ആ കുട്ടിയുടെ ഫാമിലിയായിട്ട് എനിക്ക് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. പക്ഷെ അവരുടെ റിലേറ്റീവായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഒരു ദിവസം ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഈ കുട്ടിയുടെ അപ്പൂപ്പൻ എനിക്കൊരു സൂചന തരികയാണ്. ഈ അപ്പൂപ്പനെ ഒഫീഷ്യലിയാണ് എനിക്ക് ബന്ധം. ഞാനിപ്പോൾ ഈ ഒരു ഇതാണെന്ന് അപ്പൂപ്പനെ അറിയില്ല. ഞാൻ ബാങ്കിലെ ഒരു അന്ന് ക്ലർക്കാണെന്നുള്ള പരിചയമുള്ളൂ. പക്ഷെ അദ്ദേഹം ദിവംഗതനായി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഈ മോളെക്കുറിച്ചുള്ള സൂചന എനിക്ക് തരികയാണ്, കുട്ടീനെ കുറിച്ചുള്ളത്. ഉടനെ തന്നെ അവരുടെ ബന്ധു ഞാനുമായിട്ടുള്ള ആളുടെ അടുത്ത് ഞാൻ മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ കുട്ടി എവിടെയുണ്ടെന്നൊന്ന് എന്നെ അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഹോറോസ്കോപ്പ് ഒന്ന് തരാൻ പറഞ്ഞു. ഹോറോസ്കോപ്പ് ഞാൻ ചോദിക്കണേ, എനിക്ക് അത് വെച്ച് കുറച്ച് അത് അയക്കുന്ന സമയത്തൊക്കെ വെച്ച് കുറച്ച് ഇൻഡ്യൂഷൻ കിട്ടും, മനസ്സിലായി. അപ്പൊ അത് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞ് കുട്ടി ക്ലാസ്സിന് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരുമായിട്ടൊന്ന് എങ്ങാണ്ടോ പോകുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇടയ്ക്ക് ഈ കുട്ടിയെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ഇട്ട വോയിസ് അവരുടെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഡിലീറ്റ് ചെയ്തില്ല, സാധാരണ ക്ലിയർ ചെയ്യുന്ന. അപ്പൊ ഞാൻ ചോദിച്ചു, അന്ന് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി സത്യം പറഞ്ഞു, കൂട്ടുകാരി ആയിട്ടായിരുന്നു എന്ന് പറഞ്ഞു, മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇതുമില്ല, മനസ്സിലായി. അവരൊരു ഫംഗ്ഷന് വിളിക്കാൻ വന്നത്, എനിക്കൊരു ഇതുമില്ലാണ്ട് എനിക്ക് ആ ഒരു സൂചന നിന്റെ അപ്പൂപ്പൻ തരണമെങ്കിൽ എന്തുകൊണ്ട്. കാര്യം എന്താണ്, അവര് സൂക്ഷ്മ ശരീരമാണെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ട്. 2, അവർക്കെതിരെ എന്തെങ്കിലും ഈ കുട്ടികളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പല ഇതിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, കാമുകിയുടെ കൂട്ടത്തിൽ പോകുമ്പോൾ കാമുകന്റെ കൂട്ടത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ അപകടത്തിൽപ്പെടും. അതിനൊക്കെ ഒരു റീസൺ ഇതാണ്. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള, ഇപ്പൊ പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കും, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ ചെന്ന് ബഹളങ്ങളുണ്ടാകും. അല്ലാത്ത ഇതിലും അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അവരാക്ട് ചെയ്യും. വേറൊരു സംശയം കൂടി ചോദിക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു സൈക്കിക് മീഡിയം പറയുന്നതാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ആക്സിഡന്റിൽ ഒരാൾ മരിക്കുകയാണ്, പക്ഷെ അയാൾ ആ സമയത്ത് തന്നെ ആ ആത്മാവ് അതിനെ ചുറ്റിപ്പറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് മരിക്കുകയാണല്ലോ. അപ്പൊ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവരെയൊക്കെ സഹായം തേടാൻ പറ്റുന്നവരുടെ അടുത്തേക്ക് ചെല്ലും. അവര് ചെല്ലും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു തീവ്രമായിട്ടോ ഉണ്ടാകുന്ന സമയത്ത് അവരുമായിട്ട് ക്ലോസ് റിലേഷൻ ഉള്ളവർക്ക് ഇവരെ കുറിച്ചുള്ള ചിന്ത വരും, മനസ്സിലായി. ഇപ്പോൾ മാമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചു, അപ്പോ തീർച്ചയായിട്ടും മാമിന്റെ അമ്മയ്ക്ക് അറിയാൻ പറ്റും. ചോദിക്കും, മോളെ നീ ഇന്ന് എന്ത് ചെയ്യാണ്? ചിലപ്പോ ഒരു തുമ്മലായിരിക്കും വന്നിരിക്കണം, എങ്ങനെ അവിടെ കണക്ട് ചെയ്തു? ശരിയാണ്. ഞാൻ ഓക്കെ ഇങ്ങനെ വെയ്യാതിരിക്കുമ്പോ
അമ്മയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അറിയാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഉണ്ട് മാം, ഒരു കണക്ഷൻ ഉണ്ട്. ഇത് തീർച്ചയായിട്ടും അറിയാം. ഇത് ഖുർഷിദ് ഭാവനാഗ്രി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഖുർഷിദ് ഭാവനാഗ്രി. അവർ ഈ പരലോക നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അവർക്ക് 2 ടിൻസ് പോലെ 2 ആൺമക്കളാണ്. എനിക്ക് തോന്നുന്നു അവർ പാഴ്സിയാണ്. എന്നിട്ട് ഇവരുടെ കുട്ടികള് ഇവര് കാറോട്ടക്കാരാണ്. ഇവര് പോകുമ്പോൾ ഇങ്ങനെ ആക്സിഡന്റിൽ മരിക്കുകയാണ്. അപ്പൊ അവര് പിന്നെ പറയുന്നുണ്ട് അവര് മരിച്ചു എന്ന് അവര് മനസ്സിലാക്കുന്നില്ല. പിന്നെ നോക്കുമ്പോൾ അവരുടെ ബോഡി താഴെ കിടക്കുക. എന്നിട്ട് ഈ ഖുർഷിദ് ഭാവനാഗ്രി ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ ഒരു മീഡിയമായിരുന്ന ആള് ചോദിക്കുകയാണ്, ഖുർഷിദ് ഭാവനാഗ്രി അല്ല, അവരുടെ ഒരു അയൽവക്കക്കാരോ മറ്റോ പോയപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫാമിലിയെ പരിചയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് പിന്നെ ഈ ഖുർഷിദ് ഭാവനാഗ്രി അവരെ ചെന്ന് കണ്ടിട്ട് അവരെ മീഡിയം റൈറ്റിംഗ് പറഞ്ഞിട്ട് ഈ മക്കളും മുഖാന്തരം കുറേ അധികം ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ട്. ഈ പരലോകം എന്ന് പറയുന്ന ഇത് എന്താണ്, ഇതാണെന്നുള്ള കുറേ അധികം ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഷയിലും ആ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആകെ 100 രൂപയുള്ളൂ അതിന്. പരലോക നിയമങ്ങൾ എന്ന് ബുക്ക് വായിച്ചാൽ ലോജിക്കലി നോക്കിയാൽ ഒന്നുമില്ല, പക്ഷേ സ്പിരിച്വലി എന്തൊക്കെ കണക്ട് ആവുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ശരീരമാണ് അല്ലെ മാം ഈ ശരീരമാണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ശരീരം വർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കണ്ടേ? തീർച്ചയായിട്ടും. ഒരു സ്കൂട്ടറുണ്ട്, വർക്ക് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ആകുന്നില്ല. ഒരാൾ നോക്കി അടുത്ത ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അത് വർക്ക് ചെയ്യിക്കും ഇല്ലേ? ഒരു ബോഡി കിടക്കുന്നു, അത് വർക്ക് ചെയ്യുന്ന എന്തോ ഒരു എനർജി ഇതിനകത്തില്ലെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള പവർ എന്തെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ ഈ യൂണിവേഴ്സിൽ? ഇല്ലേ? ഇപ്പൊ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ട്രീറ്റ്മെന്റ് നടത്തുമ്പോഴത്തേക്കും അവര് പറയും ഞങ്ങൾ ശ്രമിക്കേണ്ടത് ശ്രമിച്ചു, ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ. ഈ ദൈവം ഇല്ല എന്ന് പറയുന്നവര് നോക്കാം, മരുന്ന് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം എന്ന് പറയും. ഇപ്പോൾ എനിക്ക് ഒരു അനുഭവമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ, എനിക്ക് LP സ്കൂളിൽ പഠിക്കുമ്പോൾ പള്ളിപ്പുറത്ത് ലളിത ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലളിത ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരുടെ എന്തോ ഒരു ക്ലോസ് റിലേറ്റീവ് മരണത്തിന് കിടക്കുക, വലിയ പ്രായമില്ല. ആ സമയത്ത് മരിക്കുന്ന പറഞ്ഞിരിക്കുന്നു. ആ മരിക്കുന്നു പറഞ്ഞതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഈ ആള് ബന്ധുക്കളെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേച്ചി അന്ന് എന്നോട് പറഞ്ഞെന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ ആളെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ആത്മാവിനെ തിരിച്ചു ശരീരത്തിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ, അമ്മ, ആൾക്കാരെയൊക്കെ ഈ ലളിത ചേച്ചിയും പോയി കണ്ടു എന്നാ പറയുന്നത്. കണ്ടിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ശരീരം വെടിഞ്ഞു. ഇതേ അനുഭവം എൻ്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെയാണ് എൻ്റെ അമ്മയുടെ അനുഭവം. അമ്മയെ എങ്ങനെ ഇത് വന്ന് ആ സമയത്ത് ഞാൻ കവരത്തിയിലാണ്. പക്ഷെ ഒരു ദിവസം രാവിലെ ഒരു സ്വപ്നം കാണുകയാണ്. അപ്പം അന്ന് വൈകിട്ട് പെങ്ങളുടെ അടുത്ത് വിളിച്ചു ചോദിച്ചു. അതിൽ പെങ്ങളുടെ അമ്മായിയമ്മ മരിച്ചുകൊണ്ട് അമ്മേനെ നിർത്തേണ്ടി വന്നു. പിന്നെ അമ്മയുടെ സമയവും ക്രിട്ടിക്കലായിരുന്നു ജ്യോതിഷപരമായിട്ട്. അതുകൊണ്ട് എവിടെ നിർത്തും, എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ചപ്പോഴാണ് പെങ്ങളുടെ മദറിലോ മരിച്ച് പെങ്ങൾ പ്രസവിച്ചതാണ്. അപ്പോൾ കുട്ടി വളരെ ചെറുതായതുകൊണ്ട് അമ്മേനെ നിർത്തി. ആ സമയത്താണ് ഒരു ദിവസം രാവിലെ എനിക്ക് ഒരു സ്വപ്നം കാണുന്നത്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം പറഞ്ഞാൽ പ്രേക്ഷകർ പലരും പേടിക്കും. അതുകൊണ്ട് അത് പറയുന്നില്ല. അതേ അനുഭവം വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടി വരുന്നതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഞാൻ പെങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നാട്ടിൽ പോകണം. സാധാരണ അവിടെ ഒരു 10 ദിവസം കൂടുമ്പോഴാണ് ഷിപ്പ് വരുന്നത്. പക്ഷെ അന്ന് കടമത്ത് എന്തോ ഡോക്ടേഴ്സിന്റെ കോൺഫറൻസ് നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് ഡൈവേർട്ട് ചെയ്ത് കവരത്തി വഴി. അതുകൊണ്ട് ടിക്കറ്റും കിട്ടി. ഞാനും വൈഫും കുട്ടികളുമായിട്ട് നാട്ടിൽ വന്ന് ഒരാഴ്ച 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. അമ്മ അപ്പോൾ വളരെ ഡൗൺ ആകുകയാണ്. ഡൗൺ ആയി ഒന്നും സംസാരിക്കാത്ത ഒരു അവസ്ഥയിൽ. അപ്പോൾ നമ്മളുള്ള ദൈവങ്ങളെ എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നേഴ്സ് വന്ന് പറയുകയാണ്, ഒരു ദിവസം രാവിലെ പറയണം, അമ്മ നിങ്ങളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും അമ്മ സംസാരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മകനാണ്, മരുമകളാണ്, കൊച്ചുമക്കളാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് അമ്മ റിട്ടേൺ വരുമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ അമ്മ പോയി. അത് പൊതുവെ നമ്മളിങ്ങനെ പറയണ്ട, ഈ മരണത്തിന് മുൻപ് ഇവർ പെട്ടെന്ന് ചിലപ്പോൾ ആക്റ്റീവ് ആകും. എൻ്റെ ഗുരുവിൻ്റെ കാര്യത്തിൽ ഇതുപോലെ പറ്റിയതാണ്. ഗുരു 2002 ഫെബ്രുവരിയിലാണ് മരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മാനേജർ ഹരികുമാർ സാറായിരുന്നു ആ സമയത്ത് മാനേജർ വന്നിട്ട് പറയുകയാണ്, നാളെ ഷിപ്പുണ്ട്, നമുക്ക് കുറച്ച് ക്യാഷ് സോയിൽഡ് നോട്ടുമായിട്ട് കൊച്ചിയിലേക്ക് പോകണം, ആര് റെഡിയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ളവരാരും റെഡിയല്ല. കാര്യം പോയാൽ അടുത്ത ഷിപ്പിന് തിരിച്ചു കയറണം. സാധാരണ അവിടെയുള്ളവർ കൊച്ചി വന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മയും ആ സമയത്ത് 2002 എൻ്റെ അമ്മയും വൈഫും കുട്ടികളും അവിടെയുണ്ട്. അവരെ വിട്ടിട്ട് 2-3 ദിവസത്തേക്ക് വിട്ടിട്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എന്തെങ്കിലും കാരണം കാണുമോ അത് വരാനായിട്ട്? വേറെ ആരും ഇല്ലെങ്കിൽ നീ പോക്കൂ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം. അവിടെ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ലക്ഷദ്വീപിൽ പേടിക്കേണ്ട കാര്യമില്ല, ആ ഒരു ഗുണമുണ്ട്, പൊക്കോളാൻ പറഞ്ഞ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്, അന്ന് ഈ മൊബൈലൊന്നുമില്ല,
ഇവിടെ വന്ന് ഞാൻ ഈ ക്യാഷ് സാറുമായിട്ട് കറൻസി ടെസ്റ്റിൽ കൊടുത്തിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് അറിയുന്നത് തിരുമേനി ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ തിരുമേനിനെ ചെന്ന് കണ്ടിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് എൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ പേരാണ് പറഞ്ഞത്. രംഗനാഥൻ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി വേറൊരു തലത്തിലാണ് ആള്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ശ്രീനിവാസനാണ്, കാലയെ തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഇതൊക്കെ ചെയ്ത് അവിടെ നിന്ന് പിന്നെ വൈകിട്ട് ആലപ്പുഴ വൈഫിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഷിപ്പിൽ കയറാനായിട്ട് തിരിച്ച് ഫാദറിൽ കൊണ്ടുവന്ന് വിട്ടു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അവിടെ ചെന്നിട്ട് തിരിച്ചു വിളിച്ചപ്പോൾ രാവിലെ ഒരു 9-10 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം വെടിഞ്ഞു എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കുറേ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടായിരുന്നു, കുറേ ഇൻഡ്യൂഷൻസ് തിരുമേനി വഴിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുറേയധികം യാഥാർത്ഥ്യങ്ങളാണ് മാഡം, കുറേയധികം യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ഇത് പറയുമ്പോഴാണ് ഒരു കാര്യം കൂടി നമുക്ക് ഇതിനോട് കണക്ട് ചെയ്യാൻ തോന്നുന്നു. നമ്മൾ ആർത്തവത്തെക്കുറിച്ചുള്ള ഇത് ചെയ്യുന്നത് അത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ അതൊക്കെ അത് നിൽക്കണം, അത് ഇതാണെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷേ അതിലൊരു സഹോദരി ഇട്ട് കാര്യം എന്താ വെച്ചാൽ അവരുടെ അച്ഛൻ വളരെ സീരിയസ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അച്ഛൻ മരണപ്പെട്ടു. ആ ദിവസം അദ്ദേഹത്തിന് 3rd ഡേ ആയിരുന്നു. അപ്പോൾ ബന്ധുക്കളെല്ലാം കുറ്റപ്പെടുത്തിയിരുന്നു, നീ ഇത് ചെയ്തുകൊണ്ട് അച്ഛന് മോക്ഷം കിട്ടുകയില്ല. അബദ്ധമായ ധാരണയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ ഡോക്ടേഴ്സ്, നേഴ്സുമാരൊക്കെ ഈ അവസ്ഥയിൽ ഇത് ചെയ്യുന്നു. ഈ പീരീഡ്സിലുള്ളപ്പോൾ ദേഹം വിയോഗം വന്ന എത്ര പേര് കാണും ഇല്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും അബദ്ധ ധാരണകളാണ്. അങ്ങനെയൊന്നുമില്ല. ആത്മാവിന് പുരുഷ സ്ത്രീ ഭേദമില്ല. നമുക്ക് കിട്ടുന്ന ശരീരമാണ് നമ്മളുടെ ഐഡന്റിറ്റി തീരുമാനിക്കണം. ആത്മാവെന്ന് പറയണതിന് പുരുഷ സ്ത്രീ ഭേദങ്ങളില്ല നമ്മൾ ചെയ്ത ഇത് വെച്ച്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ചെയ്യുക. ആർക്കെങ്കിലും അങ്ങനെ വരാണ്ടിരിക്കട്ടെ. കാര്യം എല്ലാവരുടെയും രക്ഷകർത്താക്കളൊക്കെ ദീർഘായുസോടുകൂടി ജീവിക്കട്ടെ, കുടുംബത്തിലെ എല്ലാവരും. പക്ഷെ വന്നാലും ഇത് വേണ്ട, അതൊരു ശാരീരിക പ്രക്രിയയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചുമയുണ്ടെങ്കിലോ ഒരു തുമ്മലുണ്ടെങ്കിലോ വയറുവേദന ഉണ്ടെങ്കിലോ ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ അതിനകത്ത് ഒരാളിട്ട കമന്റ് ഇങ്ങനെയാണെങ്കിൽ എന്താണ് മലം പേറിക്കൊണ്ടല്ലേ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? പുറത്തേക്ക് പോകുന്നില്ലല്ലോ, പുറത്തേക്ക് ഇത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ. മാം, ഇതാണ് ഒരു റീസൺ എന്ന് പറയുന്നതെങ്കിൽ ഞാൻ വേറെ ഒന്ന് പറയട്ടെ. ഈ ആൺകുട്ടികൾ, പ്രായപൂർത്തി ആൺകുട്ടികളിലെല്ലാം സ്വപ്നസ്ഖലനം എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്ന ദിവസം ഒന്നും ഇവർ അമ്പലത്തിൽ പോകാൻ പാടില്ലല്ലോ, അല്ലേ? ഇത് സ്ത്രീക്ക് അവളുടെ അണ്ടം ഇതായിട്ട് ഇത് ശുദ്ധിയാകുന്നു. അതാണ് ആർത്തവം എന്ന് പറയുന്ന ഒരു കാര്യം. ഇതേ പ്രക്രിയ ശുക്ലം എന്ന് പറയുന്നത് പ്രായപൂർത്തി ആണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവർക്ക് അത് അതിൻ്റെതായ ഇത് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് രാത്രിയിൽ സ്വപ്നസ്ഖലനം എന്ന് പറഞ്ഞ് ഇത് പുറത്ത് പോകുന്നുണ്ട്. അത് അറിയുന്ന പോലുമില്ല. ആൺകുട്ടികൾ ഒരു പ്രായമാകുമ്പോഴേ കൂട്ടുകാരൊക്കെ ചർച്ച ചെയ്ത് അറിയുള്ളൂ. നോക്കുമ്പോൾ രാവിലെ ഇത് നോക്കുമ്പോൾ നിക്കറയിലൊക്കെ വഴുവഴുപ്പ് കാണും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതേ അവസ്ഥയിലല്ലേ ഇവര് പോകുന്നത്? തീർച്ചയായിട്ടും അവരുടെ അണ്ടം പുറത്തു പോകുമ്പോൾ ഇവരുടെ ബീജമല്ലേ പുറത്തു പോകുന്നത്. ഇത് അതിലും അപ്ലൈ ചെയ്യണ്ടേ? ഈ പറയുന്ന ആണുങ്ങളല്ലേ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് പൂജിക്കുന്നത്. ഞാനും അവസ്ഥയിലൂടെ കടന്നുപോയതാണ്. എല്ലാ ആണുങ്ങളും പോകുന്നുണ്ട്, അതില്ലാത്ത ആരുമില്ല. അപ്പൊ പറയും, ഇപ്പൊ സന്യാസിമാരുണ്ടല്ലോ, ഇപ്പൊ എൻ്റെ ഗുരു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ആയുർവേദ വിധിപ്രകാരം ഒരു പ്രത്യേക മരുന്ന് കൊടുക്കും. ആ പൗരുഷത ഉണ്ടല്ലോ, പൗരുഷം എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക ഹാർമോണുകൾ ഡൗൺ ആക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. ഈ ലൈംഗിക എന്താ പറയാ ശേഷി അല്ലെങ്കിൽ ആ ഒരു ഗുണത്തെയാണ് വീര്യമാക്കി ഈ സന്യാസിമാർ മാറ്റുന്നത് എന്ന് പറയാം. മാം, അതെന്താണെന്ന് അറിയാവോ? ഒരു കാര്യം, നമ്മുടെ മൂലാധാര ചക്രം എന്ന് പറയുന്നുണ്ട്. ഈ മൂലാധാര ചക്രം എന്ന് പറയുന്ന ഏറ്റവും താഴെ നമ്മുടെ മലദ്വാരത്തിനും മൂത്രാശയത്തിനും ഇടയ്ക്ക് ഒരു ത്രികോണാകൃതിയിലൊരു സ്പേസ് ഉണ്ട്. നമ്മൾ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. അവിടെ നമ്മൾ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി, ആ ഭാഗം നമ്മൾ ഇതിൽ അശ്വിനി മുദ്ര തന്നെ, അശ്വനി മുദ്ര എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ ചമ്രം പടിഞ്ഞിരുന്ന് ആ ഭാഗം സക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുരുഷന്മാരിൽ ഉത്തേജനം വരും. മനസ്സിലായ? അത് മൂലാധാര ചക്രം. ഈ മൂലാധാര ചക്രവും സ്വാധിഷ്ഠാന ചക്രം. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറഞ്ഞാൽ പൊക്കിളിന്റെ താഴെ. ഈ 2 ചക്രങ്ങൾ എല്ലാ ജീവികളിലും വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് അവർ ആഹാരം തേടുന്നതും വംശവർദ്ധനവും നടത്തുന്നത്. അതിൽ മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ളവർക്കൊരു പ്രത്യേക കാലയളവുണ്ട്. അവർക്ക് മേറ്റിംഗ് ഹീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. മനുഷ്യൻ മനസ്സ് നിയന്ത്രിക്കുന്ന, മനസ്സിൽ വരുന്ന തോന്നലുകൾ നിയന്ത്രിക്കുന്ന ഒരു വികാരജീവിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് മനുഷ്യന് ആ പ്രത്യേക സമയമോ ഇതോ ഒന്നുമില്ല. മനസ്സിലായി? ഈ സ്വാധിഷ്ഠാന ചക്രവും മൂലാധാര ചക്രവും എല്ലാവരിലും വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന അത് വെച്ചാണ് എനർജി പുറത്തേക്ക് വരുന്നത്. വേറൊന്ന് പറയാം, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് ഒരു അടിവയറ്റ് തീയാളും.
ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് ഞാൻ. പലർക്കും ഇത് സംഭവിക്കും. അടിവയറ്റ് തീയാളൽ എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുമ്പോൾ എന്തോ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്ന ഒരു ഇതാണ്. അത് നേരിട്ട് നമ്മുടെ തലച്ചോറിന്റെ ഒരു ഭാഗം വയറിലാണെന്നാണ് പറയുന്നത്. തലച്ചോറിന്റെ ആ ന്യൂറോൺസ് എന്ന് പറയുന്നില്ലേ, അതിന്റെ കുറച്ച് ഭാഗം വയറിൽ. അത് ഇപ്പോ നമ്മൾ തേടയിൽ പോകുമ്പോൾ അത് ഡാൻഡൈൻ എനർജി എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അത് ആ ഭാഗം അത് ഈ സെക്സും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് അവിടെ നിന്ന് കടന്നാണ് മുകളിലേക്ക് മണിപൂരകം മനാഹതം ഒക്കെ ഇതായിട്ട് ഈ എനർജി മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇതെല്ലാവർക്കും ഉണ്ട്. ഈ ബ്രഹ്മചര്യം പാലിക്കണമെന്ന് പറയണതാ. പക്ഷേ ഈ ബ്രഹ്മചര്യം പാലിക്കണമെന്ന് പറഞ്ഞാൽ ഹോർമോൺസ് പാലിക്കില്ലല്ലോ. ഇല്ല. മനസ്സിലായോ? ഹോർമോൺസ് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ പല തോന്നലുകൾ വരും. അതിനെന്തോ ആ സമയത്ത് ചില ആയുർവേദ കൂട്ടുകൾ കൊടുക്കും. പക്ഷെ ഈ കൂട്ടുകൾ കൊടുത്താലും അത് കൊണ്ടുവരുന്നവനെ കൊണ്ട് കഴിപ്പിക്കുന്ന സ്വാമിമാരും ഉണ്ട്, ഇതറിഞ്ഞിട്ട് കഴിക്കാണ്ട്. മനസ്സിലായി? ആ കൂട്ട് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഗുരുവിന്റെ അടുത്ത് നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ്. ഈ ആയുർവേദ ആ കൂട്ടുകളുണ്ട്. അങ്ങനെയാണ് അവരുടെ ആ വികാരം ശമിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കഴിക്കാണ്ട് അല്ലാണ്ട് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലർ കാഷായ വസ്ത്രം ധരിച്ചിട്ട് സ്വാമിയാണെന്ന് പറഞ്ഞു പോയിട്ട് ഇതിനകത്ത് പലയിടത്ത് ചെന്നിട്ട് റേറ്റ് ചോദിക്കുന്നത് വാർത്തകൾ കണ്ടിരിക്കുന്നത്. സംഭവിക്കുന്ന ഇതാ. ഈ പരമ്പരാഗതമായിട്ട് സന്യാസ പരമ്പരയിലുള്ളവർക്ക് ഇത് കൊടുക്കും ഔഷധമായിട്ടും. അവരുടെ ശരീരം പുഷ്ടിപ്പെടാനായിട്ട് അതിൽ തങ്കഭസ്മം വരെ യൂസ് ചെയ്യുന്ന പറയുന്നത്. എന്റെ ഗുരു പറഞ്ഞുള്ള അറിവാണ്, എനിക്ക് പ്രാക്ടിക്കൽ അറിവില്ല. ഗുരു പറഞ്ഞു തന്ന അറിവാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കളറ് മാറും, ബുദ്ധിശക്തി വർദ്ധിക്കും. ഈ തങ്കഭസ്മ ഇട്ട സാരസ്വതാരിഷ്ടം ഉണ്ടാക്കുന്ന ചില ആയുർവേദ കമ്പനികളുണ്ട്. അത് പക്ഷേ ഡോക്ടറിന്റെ ഇതനുസരിച്ച് വേണം അത് കഴിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ കാർവാറിൽ പോയപ്പോൾ പൂയൻ നക്ഷത്ര ദിവസം, ഈ പൂയൻ നക്ഷത്ര ദിവസം അവര് ഒരു ഔഷധം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പൂയൻ നക്ഷത്ര ദിവസമാണ് കൊടുക്കുന്നത്. അത് സ്വർണം ഉരച്ച മരുന്നാണ് കൊടുക്കുന്നത്. കാര്യം ബുദ്ധിശക്തിയും കളറും ഒക്കെ വരാനായിട്ട് അത് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കളർ എന്ന് പറഞ്ഞാൽ ഓജസ്, ഒരു പ്രസരിപ്പ് വരുമല്ലോ, അതിന് അത് കൊടുക്കുന്നുണ്ട്. പൂയൻ നക്ഷത്രമാണ് കൊടുക്കുന്നത്. ഈ പൂയൻ നക്ഷത്രം ഔഷധ സേവനത്തിന് നല്ലതാണെന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഭഗവത്ഗീത കൃഷ്ണൻ പറയുന്നുണ്ട്, നക്ഷത്രേതി പുഷ്യം എന്ന് പറയുന്നത്. പുഷ്യ നക്ഷത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട നക്ഷത്രം. ഇതാണ് മാർഗശീർഷ മാസമാണ് എനിക്ക് പ്രിയപ്പെട്ട മാസം. സുബ്രഹ്മണ്യാണ് എനിക്ക് പ്രിയപ്പെട്ട ദേവത എന്ന് പറയുന്നുണ്ട്. ഈ മഹാവതാർ ബാബാജിയുടെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ചിലർ അതിനകത്ത് കമന്റ് ഇട്ട് കൃഷ്ണനല്ലേ എന്ന് പറഞ്ഞ്. പക്ഷെ ഈ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് മുരുകനാണ് എൻ്റെ പ്രിയപ്പെട്ട ആളെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അറിവ് വെച്ച് നമുക്കൊന്നിനും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പല ആൾക്കാരും പല കമന്റുകൾ ഇടുമ്പോൾ ഇത് അവര് അതിന്റെ എൻസൈക്ലോപീഡിയ ആണെന്ന് തോന്നുന്നു. അതെ, മനസ്സിലായി? പക്ഷെ ഞാൻ പറയുന്ന എന്റെ മാറ്റുള്ള അനുഭവങ്ങളാണ്. ഞാൻ കാണുക. ഇതുപോലെയുള്ള അനുഭവങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട്. അങ്ങനെയുള്ള കുറെ പേര് കണക്ട് ആകുന്നുണ്ട്. കാര്യം ദൈവം ഒന്നുകിൽ നമ്മൾ നമ്മുടെ രൂപത്തിൽ ദൈവത്തിനെ സൃഷ്ടിച്ചു, ഇല്ലെങ്കിൽ ദൈവം ദൈവത്തിന്റെ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. ഇതൊരു കാര്യം സത്യമാണ്. ഇപ്പോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും എന്തായിട്ട് മനസ്സ് പങ്കുവെച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു വയലാർ സാർ എഴുതിയ പാട്ടാണെന്ന് തോന്നുന്നു, ഈശ്വരൻ ഹിന്ദു അല്ല, ഇസ്ലാം അല്ല, ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇതൊക്കെ അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. നമ്മളിപ്പോ ഞാനൊക്കെ നോക്കുമ്പോ ഇപ്പൊ അത് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ പലരും മനസ്സിലാക്കിയ നമ്മൾ പലരും മനസ്സിലാക്കിയതല്ല ഈ പ്രപഞ്ചം. അതിനകത്ത് ഉള്ളൂർ സാർ മറ്റേ എഴുതിയിട്ടുണ്ട്, അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്ങലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ.